വിളവ് ലഭിക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ തന്നെയാണ് നമ്മുടെ നാടിന്റെ സമൃദ്ധി. വയലേലകളിലെ കാറ്റും മഴയും തണുപ്പും ഏറ്റു വളർന്നു വരുന്ന വിളവുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ, നാണ്യവിളകൾ എല്ലാം കൃഷി ചെയ്ത് വളർത്തുന്നവരാണ് നമ്മൾ മലയാളികൾ. നമ്മുടെ നാടിന്റെ കാർഷിക മേഖല കൈവരിച്ച നേട്ടങ്ങൾ കാർഷിക വകുപ്പിന്റെ പങ്ക് വളരെ വലുതാണ്. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ കാർഷിക മേഖലയിൽ ദേശീയ തലത്തിൽ 2.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ നമ്മുടെ കേരളം 4.65% വളർച്ച നേടി. അതായത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണിത്. കർഷകർക്ക് വരുമാനത്തിൽ 50% വരുമാന വർധനവ് ഉണ്ടാകുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ കൃഷി വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കി. മിഷൻ 2026, മിഷൻ 2033 ഇതിന് ഏറെ സഹായകരമായി. നെൽകൃഷിയിലെ ഉണർവ് 2011-16 കാലഘട്ടങ്ങളിൽ ഏകദേശം 25.67 ടൺ നെല്ലാണ് നമ്മൾ സംഭരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ കഴിഞ്ഞ കാലയളവിൽ ആകെ 57 ടൺ നെല്ല് സംഭരിക്കാനായി നമ്മുടെ കാർഷിക മേഖലയെ കൊണ്ട് സാധിച്ചു. നെല്ലിന്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 3108 കിലോയായി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു. 2016 നെല്ലിന്റെ താങ്ങുവില 21.50 ആയിരുന്നത് 30 രൂപയായി നിശ്ചയിച്ചു. എന്നാൽ നെൽ കർഷകർക്ക് കേരളം നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് നെല്ലിന്റെ ഉൽപാദനം ആവശ്യത്തിലധികമാണെന്നും അതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയാകുമെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. കർഷക വിരുദ്ധ നയങ്ങൾ എടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് നമ്മുടെ സംസ്ഥാന കാർഷിക മേഖല മുന്നേറുന്നത്. നമ്മളെ അന്നമൂട്ടുന്ന കർഷകരെയും അവരുടെ കൃഷിയെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന തിരിച്ചറിവിലാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നെൽകൃഷി പോലെ തന്നെ നമ്മുടെ സമഗ്ര കാർഷിക മേഖലയും ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായ വളർച്ച നമുക്ക് കാണാവുന്നതാണ്. സമഗ്ര കാർഷിക വിള ഇൻഷുറൻസ്, സുഭിക്ഷ കേരളം, കേരള നവോത്ഥാൻ, കതിർ ആപ്പ്, അഗ്രോടെക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് നമ്മുടെ കാർഷിക മേഖലയെ ചേർത്ത് നിർത്താൻ ഈ കഴിഞ്ഞ കാലയളവുകളിൽ സർക്കാർ നടപ്പിലാക്കിയത്. റബ്ബർ കർഷകർക്ക് സഹായകമായി റബ്ബറിന്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തി. തോട്ടം നികുതി പൂർണ്ണമായും പിൻവലിച്ചു. നാളികേര കർഷകർക്കായി 597 കേരഗ്രാമങ്ങൾ യാഥാർത്ഥ്യമാക്കി. പച്ചത്തേങ്ങയുടെ സംഭരണ വില 34 രൂപയാക്കി. വന്യമൃഗശല്യം മൂലം കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനും കൃഷിയിടം സംരക്ഷിക്കാനും സർക്കാർ ഫണ്ട് അനുവദിച്ചു. ഈ നടപടികളെല്ലാം തന്നെ നാടിന്റെ കരുത്തരായ കർഷകരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. കർഷകരെ സംരക്ഷിച്ചും നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിച്ചും മൂല്യവർദ്ധനവ്, ഉൽപാദനങ്ങളുടെ വിപണി കണ്ടെത്തിയും നാം കാർഷിക രംഗത്ത് പുതിയ ചരിത്രം രചിക്കുകയാണ്. കാർഷിക മേഖലയിലുണ്ടായ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ നവകേരള നിർമ്മിതിക്ക് കൂടുതൽ കരുത്തേകുന്നു. മറ്റു മേഖലകളിലെ മുന്നേറ്റം തുടരുന്നത് പോലെ തന്നെ കാർഷിക മേഖലയിലെ മുന്നേറ്റങ്ങൾ നമ്മൾ ഇനിയും തുടരും.